സോ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ സൂനയ്ക്കും കാണാം ഓൻകാണുള്ള ഒരു ന്യൂസ് കിട്ടും. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീമൺ ആളിൽ സിറ്റിയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അവർക്ക് വന്നപ്പോഴായിരിക്കും സൂ കാണാം ഡീമൺ എന്ന് പറയുന്നത് ഭയങ്കര കുട്ടി ഡീമണാക്കാരം. അപ്പൊ പ്രിൻസിപ്പൽ ആണെങ്കിൽ അതിനൊരു പേരിടും, ഡീമൺ ചൈൽഡ്. അങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടേക്ക് വാങ്ങിന്റെ എൻട്രി. അപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം കണ്ടപ്പോൾ ഫ്രോഗി ആൾ പറയും ഈ കേസ് എനിക്ക് വിട്ടെന്നാണ്, ചില്ലി കേസ് പറഞ്ഞിട്ട് ഓനാണെങ്കിൽ ഓന്റെ സാധാ അതായത് പട്ടിയുടെ രൂപത്തിൽ നിന്ന് മറ്റേ തവളയുടെ രൂപത്തിൽ മാറും, അതായത് ഡീമൺ കിങ്ങിന്റെ രൂപത്തിൽ. അപ്പൊ ഇത് കുട്ടി കണ്ടപ്പോൾ അതാണെങ്കിൽ അതിന്റെ ഫ്രണ്ടിനോട് അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ ഇത് കണ്ടപ്പോൾ വാങ്ങും അതിന്റെ അടുത്തേക്ക് പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഇവർ രണ്ടാളും കൂട്ടിമുട്ടുമ്പോൾ അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. അപ്പൊ ഈ പൊട്ടിത്തെറി കാരണം തന്നെ അവിടുത്തെ സിറ്റി ഫുൾ അപ്പത്തിന് നശിച്ചു പോകും. അപ്പൊ ഇത് കണ്ടപ്പോൾ ആ കുട്ടിയാണ് അതിന്റെ അടുത്തുള്ള ഒരു കാറ്റാടി പോലെയുള്ള സാധനം വെച്ചിട്ട് പിന്നെയും വാങ്ങിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ വാങ്ങാളിൽ കുട്ടി പറിച്ചിടുന്ന എല്ലാ അറ്റാക്കും ഒഴിഞ്ഞു മാറിയിരിക്കും. അപ്പൊ ഇവിടെ ഫൈറ്റ് നിർത്തുമ്പോൾ പാരന്റ്സ് ആണെങ്കിൽ താഴ്ത്തുന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, വാങ് ഫൈറ്റ് നിർത്തി, നല്ല കാക്കല്ലേ, ചെല്ലോള് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ, ഓളെന്റെ ചെറിയ അനിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ വാങ്ങും കുട്ടിയും ആരും ഇവർ പറയണ്ടൊന്നും കേൾക്കണ്ടാവില്ല. അങ്ങനെ ഒരു നെക്സ്റ്റ് അറ്റാക്കിന് വേണ്ടിയിട്ട് നിൽക്കും. ആ അറ്റാക്കിലാണെങ്കിൽ അവിടുത്തെ സിറ്റി ഫുള്ള് പൊടിഞ്ഞു പോകും. അപ്പൊ ഇവർ ഫുള്ള് സെഡേ കാരം. അപ്പോഴേക്കും നമുക്ക് ഒരു കാര്യം മനസ്സിലാവുക, ഇത് ഫുള്ള് ഓള അമ്മയുടെ സ്വപ്നകാരം. അപ്പൊ ഓന് പാരന്റ്സിന്റെ ബേജാറ് കണ്ടപ്പോൾ ഓനാണെങ്കിൽ ഓരെല്ലാരും കൂട്ടിയിട്ട് VIP ലോഞ്ചിന്റെ ചീഫിന്റെ അടുത്തേക്ക് പോകും. അപ്പൊ ഇതിനുള്ള ഫുൾ അറേഞ്ച്മെന്റിനുള്ള പൈസ എനിക്ക് ഇട്ടിട്ടുണ്ടാവുക സുന്നിന്റെ കമ്പനിക്കാരാണ്. അപ്പൊ വാങ്ങിന്റെ അമ്മനെ ഇങ്ങോട്ട് കൊല്ലാൻ കാരണം എന്താ വെച്ചാല് ഇവിടുത്തെ പ്രഗ്നൻസി ട്രീറ്റ്മെന്റ് പറയുന്നത് അത്രക്ക് അടിപൊളിക്കാരം. അങ്ങനെ നിൽക്കുമ്പോഴേക്കും വാങ്ങാല് അവിടെ ഒരു ഷെൽഫിൽ നിറച്ച് ബുക്കാണ്. അതിലാണെങ്കിൽ എന്താ സംഭവം ഉണ്ടാവുക വെച്ചാല് എങ്ങനെ ഒരു നല്ല ബ്രദർ ആകാം എന്നുള്ള ബുക്കായിരിക്കും അതിന്റെ അകത്ത് ഫുൾ ഉണ്ടാവുക. അപ്പൊ ഓൻ വിചാരിക്കും ഇതൊക്കെ അത്യാവശ്യമായിരുന്നു, ഇതൊക്കെ വേണ്ട കാര്യമാണോ എന്ന് വിചാരിച്ചിട്ട് ഓനാണെങ്കിൽ ആ ബുക്കത്തെ എല്ലാ നോളജും ഓനെ ഫുള്ള് വലിച്ചെടുക്കും. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ ഫ്രോഗി ആൾ പറയും ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് വാങ്ങിനെ ഇത്രക്ക് സീരിയസ് ആയിട്ട് കാണുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ഫ്രണ്ട്സിന്റെ എൻട്രി. ഓരാണെങ്കിൽ വാങ്ങിന് ഒരു ചെറിയ അനിയത്തിയോ അനിയനോ വരുമല്ലോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഹാപ്പി കാരണം. ശേഷം ഒരു വലിയ ഹാളായിരിക്കും കാണുക. അവിടെ ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ വന്നിട്ട് ഓരോ പവർ ടെസ്റ്റ് ചെയ്യായിരിക്കും. അപ്പൊ ഇവിടുത്തെ റിസൾട്ടിനനുസരിച്ചിട്ടായിരിക്കും ഒരിക്കൽ ഏത് സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടുക എന്നുള്ള കാര്യം തീരുമാനിക്കുക. അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഒരു മിങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറുക്കനാള് ഓന്റെ ഉമ്മാന്റെ ഒപ്പം അവിടേക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. ഓന്റെ ബിഹേവിയർ അറിയുന്നത് കുറച്ച് ഓവറായിരുന്നു. ബാക്കിയുള്ള കുട്ടികളൊക്കെ കരണ്ടാണുമ്പോൾ ഓലൊക്കെ ഇങ്ങനെ കളിയാക്കാതെ ചെറിയ കുട്ടികളെ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓൻ പവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറിയപ്പോൾ എനിക്ക് 280 കൂടുതലുണ്ടാവും. അപ്പൊ ഇത്ര ചെറിയ കുട്ടികൾക്ക് ഇത്ര പവറൊന്നും ഉണ്ടാവലില്ല പൊതുവെ. അപ്പൊ ഈ വയസ്സിൽ എനിക്ക് ഇത്ര വലിയ തൊള്ള മാത്രമല്ല അത്യാവശ്യത്തിന് നല്ല പവറും ഉണ്ടാവും. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴേക്കും നമ്മളെ ഫ്രണ്ട്സിന്റെ എൻട്രി. അപ്പൊ ഓരും ഇവന്റെ പവർ കണ്ടപ്പോൾ ആകെ ഞെട്ടിയിട്ടുണ്ടാവും. അങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മളെ മിങ്ങാണെങ്കിൽ നമ്മളെ വാങ്ങിനെ കാണുക. അപ്പൊ വാങ്ങിനെ കണ്ടപ്പോൾ തന്നെ ഇവനെ ആണെങ്കിൽ ആലോചിച്ചിട്ട് ഇതോ ചെക്കനില്ലേ ഇവനില്ലേ ഞാൻ എന്റെ കാർഡ്സ് വെച്ചിട്ട് ഫുള്ള് തോൽപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കും. എന്നിട്ട് വാങ്ങിന്റെ അടുത്ത് വന്നിട്ട് പിന്നെയും കളിയാക്കിയിട്ട് പറയും ചിത്ര വലുതായില്ല, എന്നിട്ട് ചിത്രക്ക് ലോ ലെവൽ സ്കൂളിലാണോ പഠിക്കണോ ചോദിക്കും. പക്ഷെ ഇവനീ പറയുന്നത് വാങ്ങും ഓന്റെ ഫ്രണ്ട്സ് ഒന്നും വലിയ മീൻഡൊക്കെ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ചെറിയൊരു കുട്ടി വരുന്നു എന്തൊക്കെ പറഞ്ഞ് ചലക്കണം അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ മിങ്ങിനെ കണ്ടപ്പോൾ നമ്മൾ ഫ്രോഗി ആൾ വിചാരിക്കും ഈ കുട്ടിയുടെ അടുത്ത് നല്ല പവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഓനൊന്ന് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് പറയും. അപ്പൊ വാങ്ങിന്റെ പേരൻസ് അവിടെ എത്തിയിട്ടുണ്ടാവും ഇനി വരാൻ പോണ കുട്ടിയുടെ പവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ചെന്നാളി ഒരു USB കേബിളിന്റെ ഹെൽപ്പിൽ ഒരു ഡിവൈസിനെ ആണെങ്കിൽ ഓല അമ്മയുടെ വയറ്റിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇത് ഫിറ്റ് ചെയ്യുന്ന വഴി അതിന്റെ അകത്തുള്ള കുട്ടിയുടെ പവേഴ്സ് ഇവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഡിവൈസ് യൂസ് ചെയ്തിട്ട്. അപ്പൊ ഈ മെഷീന്റെ മറ്റേ കേബിൾ കാര്യങ്ങളൊക്കെ ആ മോണിറ്ററിന് ഫിറ്റ് ചെയ്തിട്ട് ആ കുട്ടിയുടെ പവറും ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യായിരിക്കും. അപ്പം നമ്മുടെ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് അറിയുന്നത് ഒരു മ്യൂസിക്കിന്റെ പോലെ ആയിരിക്കും ഉണ്ടാവുക. അവിടെയുള്ള അടുത്തുള്ള ആൾക്കാരൊക്കെ അത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടാവും, ഈവൻ ചെന്നും ഗോ എല്ലാവരും. അപ്പൊ ഈ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കേട്ടിട്ട് അവിടുന്ന് പോയിക്കൊണ്ടിരുന്ന മിങ്ങും കൂടി ഞെട്ടും. കാരണം എന്താ വെച്ചാൽ അത് ചെന്നിച്ചിട്ടും കൂടി ഇല്ല. അപ്പത്തിന് എങ്ങനെയാണ് ഈ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ഇത്രയൊക്കെ പവർഫുൾ ആവണമെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം അതുപോലെ തന്നെ ഫുള്ള് ജലസിയേക്കാരും. കാരണം എന്താ വെച്ചാൽ അല്ല ഇനിയിപ്പോൾ ഇതൊക്കെ വലുതായി എന്നെ കാട്ടി അപ്പുറം കിടക്കുള്ളൂ എന്നുള്ള രീതിക്ക്. അപ്പൊ ഇവന്റെ കാട്ടിക്കൂട്ടിലൊക്കെ മുകളിലത്തെ നിലയിൽ ഒരാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതിലൊരു ചെറിയ കുട്ടി ഓനെ നമുക്ക് ക്യാപ്റ്റൻ വിളിക്കാം. അപ്പൊ ഇവർ വർത്താനത്തിൽ നമുക്ക് മനസ്സിലാവേണ്ടത് ഇവർ പറഞ്ഞാൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ള കുട്ടികളെയാണ്. അപ്പൊ ഫസ്റ്റ് ഏറ്റവും വലിയ ഫോക്കസ് ചെയ്തിട്ടുണ്ട് നമ്മളെ മിങ്ങിനെ കാരം. അടുത്തതായിട്ട് നമ്മളെ മോമിനും അതായത് മോമിന്റെ ആയിട്ടുള്ള കുട്ടീനെ. അങ്ങനെ നമ്മളെ മിങ്ങാണെങ്കിൽ ഓന്റെ സ്പിരിച്വൽ എനർജി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നിട്ട് ഓനെ അവരാണെങ്കിൽ ഒരു ബ്ലൂ കളർ ഒരു സാധനത്തിൽ നോക്കുമ്പോൾ അവന്റെ ബ്ലൂ ഫ്ലെയിം മാറിക്കും ഒരു സാധനം പുറത്തേക്ക് വരും. അത് കാരണം ആ ഹോളൊക്കെ നിന്ന് കുലുങ്ങുന്നുണ്ടാവും. അപ്പൊ ഓന്റെ പവർ കാരണം അവിടെ ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഇങ്ങനെ ഒന്ന് പാറി പറഞ്ഞ ആൾക്കുണ്ടാവും. അപ്പൊ സുന്നാൾ പറയും ഇവന്റെ വാട്ടർ മാജിക് ഭയങ്കര അടിപൊളിയല്ലോ എന്ന് പറയും. പക്ഷെ വാങ്ങാണെങ്കിൽ ശ്രദ്ധിക്കണ്ടാവുക അവിടെ നമ്മുടെ ക്യാപ്റ്റനെ മിങ്ങിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കേക്കാരം. അങ്ങനെ മിങ്ങിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇമ്മോർട്ടൽ ബൈൻഡിങ് റോപ്പ് ഉണ്ടാക്കി സമൺ ചെയ്തപ്പോൾ തന്നെ അപ്പോഴേക്കാരം വാങ്ങാണെങ്കിൽ ഓനെ വന്നിട്ട് പിടിച്ചു നിർത്തുക. അപ്പുറത്താണെങ്കിൽ സുന്നും വന്ന് നിൽക്കും. അപ്പൊ ഇവനാണെങ്കിൽ ക്യാപ്റ്റൻ ആണെങ്കിൽ പേടിച്ചിട്ട് പറയും ഇത് എങ്ങനെ എന്നെ കണ്ടുപിടിച്ചത് ചോദിക്കും. അപ്പൊ വാങ്ങാനോട് പറയും എന്റെ മനസ്സിൽ കൊല്ലണം എന്നുള്ള ചിന്ത ഭയങ്കരമായിട്ട് ശക്തമായിരുന്നു പറയും, അതുകൊണ്ടാണ് കണ്ടുപിടിച്ച് പറയും. അതിന്റെ ശേഷം വാങ്ങാനോട് നിലത്ത് വാരി അടിക്കും. അങ്ങനെ ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ വാങ്ങിന്റെ ഡാഡാണെങ്കിൽ
USB കേബിൾ വഴി ആ ക്രിസ്റ്റലുമായിട്ട് കണക്ട് ചെയ്യും ഓളെ വയറ്. അപ്പോൾ ഇതുവഴിയാണെങ്കിൽ ആ കുട്ടിയുടെ സ്പിരിച്വൽ പവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇയാളാണെങ്കിൽ മറ്റേ കേബിളായി കണക്ട് ചെയ്ത് പറഞ്ഞാൽ അവിടെ ഫുള്ളായിട്ടൊരു ഗോൾഡൻ കളറും ഗ്രീനിഷ് ഒക്കെ ആയിട്ടുള്ള ഒരു ലൈറ്റ് പുറത്തേക്ക് വരും. അത് കാണുമ്പോൾ എല്ലാവരും ഞെട്ടും. കാരണം എന്താ വെച്ചാൽ ആ കുട്ടി ഇതുവരായിട്ട് ജനിച്ചിട്ടില്ല. പക്ഷെ അതിൻ്റെ പവറിൻ്റെ ആ ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവർക്ക് മനസ്സിലാവുന്ന ഒരു ഡീമൺ കിങ്ങിൻ്റെ പവർ ഉണ്ടാവും ആ കുട്ടിക്ക് ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ വേങ്ങാലിൽ പെട്ടെന്ന് 50% മെമ്മറി വൈപ്പ് ചെയ്യുന്ന സ്പെല്ല് യൂസ് ആക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരൊക്കെ മെമ്മറി ഇറേസ് ആവാണ്. ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ആൾക്കാർക്ക് ഓനെ കുറിച്ചിട്ടോ അവൻ്റെ ഫാമിലിനെ കുറിച്ചിട്ടോ ഒരു സൂചനയും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവൻ്റെ ഈ പവർ ആണെങ്കിൽ സുനിയുടെ മേത്ത് മാത്രം വലിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഓനാണെങ്കിൽ ഒരു പ്രാവശ്യം സുനിനോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടാവും ഓളെ മേത്ത് ഇങ്ങനത്തെ സ്പെല്ലൊന്നും യൂസ് ആക്കൂല എന്നല്ലേ, മെമ്മറി ഇറേസ് ചെയ്യാനുള്ള. അപ്പോൾ ഓളെ മെമ്മറി മാത്രം ഇറേസ് ചെയ്യാത്ത കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആവും. അങ്ങനെയൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്യാപ്റ്റൻ ആണെങ്കിൽ ഓൻ്റെ ഡ്രസ്സ് അവിടെ ഇട്ടിട്ട് ഓൻ അവിടെ നിന്ന് ഓടിപ്പോയിച്ചിട്ടുണ്ടാവും. അപ്പോൾ വേഗം ഓൻ്റെ സ്വേർഡ് സമ്മൺ ചെയ്തിട്ട് അതിനോട് പറയും ഓരോ ഹൈഡോട്ട് കണ്ടുപിടിച്ചിട്ട് ഓരോ എന്തെന്നേക്കുമായിട്ട് തീർത്ത് കളഞ്ഞോളാ പറയും. അപ്പോൾ ഇത് കേട്ട് പറഞ്ഞ സോഡാണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് മിഷന് വേണ്ടിയിട്ട് അവിടുന്ന് അപ്പം തന്നെ പറന്നു പോകും. അതിൻ്റെ ശേഷം ക്യാപ്റ്റനും അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ചങ്ങായിയല്ലേ ആകാശത്ത് കൂടെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ക്യാപ്റ്റൻ ആൾ പറയും എന്തെൻ്റെ മുറിവുകളൊന്നും ഹീലാവാത്ത, ഞാനാണെങ്കിൽ ഹീലിങ്ങിന് പവർ യൂസ് ചെയ്യും കൂടി ചെയ്താലോ, എന്നിട്ട് എന്ത് ഹീലാവാത്ത ചോദിക്കും. അപ്പോഴാണെങ്കിലും മറ്റേ ചങ്ങായി പറയും അത് വിട്, നമ്മൾ ഈ പ്ലാനാണ് ഫ്ലോപ്പ് ആയിക്കണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്ന് പറയും. അപ്പോൾ ക്യാപ്റ്റൻ ആൾ പറയും എന്തായാലും ആ കുഞ്ഞു കുട്ടീനെ നമുക്ക് കൊണ്ടുപോയേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ടാലൻറ്റഡ് ആയിട്ടുള്ള 10 മില്യൺ കുട്ടികളെ പവറാണ് ആ ഒരു കുഞ്ഞു കുട്ടിക്കുള്ളത് പറയും. അതുകൊണ്ട് എന്തവസ്ഥയിലായാലും ആ കുട്ടീനെ നമ്മൾക്ക് പിടിച്ചോണ്ടേ പറ്റുള്ളൂ പറയും. അപ്പോൾ ഒരു കാര്യം പറയാം, ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറയുമ്പോൾ നമ്മളെ വാങ്ങിൻ്റെ അനിയനോ അനിയത്തിയോ ആയിട്ടുള്ള കുട്ടി, അതായത് നമ്മളെ വാങ്ങിന്റെ പാരന്റ്സിന്റെ വയറ്റിലുള്ള ആ കുട്ടി, അമ്മയുടെ വയറ്റിലുള്ള കുട്ടി, അതിനെ കുറിച്ച് ആയിരിക്കും പറയണ്ടാവുക. അങ്ങനെ ഓരാണെങ്കിൽ അതിനെ പറഞ്ഞിട്ട് ഓരോ ഹൈഡ് ഔട്ടിക്ക് വരികയാണ്. അപ്പോൾ അവിടെ സോഡ് എപ്പോഴും അവിടെ കണ്ടുപിടിച്ചിട്ട് എത്തിയിട്ടുണ്ടാവും. അങ്ങനെ അതാണെങ്കിൽ അതിന്റെ ഒറിജിനൽ രൂപത്തേക്ക് വരും. അതുപോലെ തന്നെ ആ ഹൈഡ് ഔട്ടിനെ അത് അറ്റാക്ക് ചെയ്യുകയും ചെയ്യണം. ആ ഒരു അറ്റാക്കിൽ അവിടെ വലിയൊരു പൊട്ടിത്തെറിനെ ഉണ്ടാവുന്നുണ്ട്. വേറൊരു സൈഡിൽ മിങ്ങാളും ഭയങ്കര സെഡായിട്ട് സ്കൂളിന്റെ അടുത്ത് ഇരിക്കാറ്. അങ്ങനെ നിൽക്കുമ്പോൾ ഓൻ്റെ അടുത്ത് കളി സുന്നും വാങ്ങും വരും. അപ്പം മിങ്ങാണെങ്കിൽ അവരോട് ചോദിക്കും തന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് വന്നിക്കാണോ, എക്യുപ്മെന്റ് കേട് വന്നു, അതുകൊണ്ടാണ് എനിക്കിൻ്റെ റിസൾട്ട് കിട്ടാത്ത പറയും. അപ്പോൾ വാങ്ങി പറയും ആ ക്രിസ്റ്റൽ നന്നാക്കേണ്ട പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, നാളേക്കൊക്കെ എന്തായാലും അത് നന്നായി കിട്ടും എന്ന് പറയും. എന്നിട്ട് സുന്നാണെങ്കിൽ ഓനക്കൊരു സൂവിൻ്റെ ഒരു കുട്ടി പ്രതിമ കൊടുക്കും. അപ്പോൾ ഓനി പറയുന്നത് സൂവിൻ്റെ ഭയങ്കര വലിയ ഫാനേക്കാരും. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. ഓൻ്റെ ആഗ്രഹം പറയുന്നത് സൂവിൻ്റെ പോലെ ആവാനും അതിൻ്റെ ഒപ്പം ജോലി ചെയ്യാനും ആക്കാരം. അപ്പോൾ ഇത് കണ്ടിട്ട് ഓന് ഭയങ്കര ഹാപ്പി ആവും. എന്നിട്ട് ഓൻ വിചാരിക്കും കുറച്ചുകൂടി പവർഫുൾ ആവണം, എന്നാലും ഓൻ്റെ ഒപ്പം എത്താൻ പറ്റുള്ളൂ വിചാരിക്കും. അപ്പോൾ ഇത് കാണിച്ചിട്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ 2 എപ്പിസോഡായിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് സബും ചെയ്യട്ടോ. അപ്പോൾ ഈ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചങ്ങായിയുടെ വോയിസ് ഓവറായിരിക്കും കേൾക്കുക. ലോർഡ് സോഡ്സൈൻ നിങ്ങളുടെ അടുത്ത് ഭയങ്കര സ്പിരിച്വൽ എനർജി ഉണ്ടെന്നല്ലേ കേട്ടത്. അന്നത്തെ ദിവസം അയാളൊരു ഫൈറ്റ് ചെയ്തതിന് ശേഷം എന്തായാലും കൺഗ്രാറ്റ്സ്, അതെന്തോ ലെക്കാണ്, വേറെ ഒന്നും ഇല്ല പറയും. അപ്പോൾ ഇയാളേക്കും പിന്നെന്താ ഇത്രക്ക് വയസ്സായിട്ട് നിൽക്കണ വയ്ക്കുമ്പോൾ നമ്മൾ സോഡ്സൈൻ ആൾ പറയും അത് ജസ്റ്റ് എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ ഓരോ സ്ഥലത്ത് എത്തിയിട്ട് പറയും ഇത് ചെന്നൻ ഷോ അങ്ങനെ പൂട്ടിയിട്ടുള്ള സ്ഥലമാണ് പറയും. അങ്ങനെ ഒരു ലോക്ക് തുറന്നിട്ട് നോക്കുമ്പോഴാണെങ്കിൽ ചെന്നൻ സോങ് ആള് എന്തൊക്കെ ഒന്ന് പിറുപിറുക്കുണ്ടാവും. അപ്പൊ ചെന്നൻ സോങ് ആളെല്ലാം നിഷ്കളങ്കായിട്ട് നോക്കുന്നുണ്ടപ്പോൾ നമ്മൾ സോഡ്സൈൻ്റെ ആൾ പറയും ഇന്റെ ജൂനിയർ എന്താ അത്രക്ക് നല്ല കുട്ടിയാക്കണല്ലോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഇയാളാണെങ്കിൽ പറഞ്ഞു കൊടുക്കും ഇവൻ്റെ ഇന്നർ ടീമിനെ കളഞ്ഞിരിക്കുന്നത്, എന്നാലും എൻ്റെ കൾട്ടിവേഷൻ സ്കിൽസ് ഒക്കെ ഇപ്പോഴും അവൻ്റെ ഒപ്പം തന്നെ ഉണ്ട് പറയും. അതുകൊണ്ടാണ് ഓനെ ഒറ്റയ്ക്ക് പൂട്ടിയിട്ടിരിക്കുന്നത് പറയും. അപ്പോൾ ഓൻ്റെ പവർ ലെവൽ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഓനെ ഹെവൻ ലെവലിൽ ലോക്ക് ചെയ്യണം. പക്ഷെങ്കിൽ ഹെവൻ ലെവലിലാണെങ്കിൽ വേറെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരാളുണ്ട്. ഇനിയിപ്പോൾ ഇയാളെങ്ങാനും ചെന്നൻ ഷാങ്ങിൻ്റെ അടുത്തെത്താണെങ്കിൽ മേ ബി ചെന്നൻ ഷാങ്ങിൻ്റെ ഇന്നർ ടീമിനാണെങ്കിൽ പിന്നെ അവൈക്കണാവും. അങ്ങനെ ഇവർ പിന്നെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ചങ്ങായി ആണെങ്കിൽ ചോദിക്കും എനിക്ക് നിങ്ങളെ ഒരു ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട് പറയും. പിന്നെ സിനിമ മാറിയിട്ടാണെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പളിനായിരിക്കും കാണുക. അപ്പോൾ ഒരാളെങ്കിൽ മാനുവൽ ഫീൽഡ് അസൈൻമെന്റിനെ കുറിച്ചായിരിക്കും പറയുണ്ടാവുക. അപ്പോൾ സുന്നാണെങ്കിൽ മിഷനെ കുറിച്ചിട്ട് പ്രിൻസിപ്പളിനോട് ചോദിക്കും. ടെസ്റ്റിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സോങ്ങായി ഫസ്റ്റ് പ്രിസൺ ആണ്. എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ചെയ്യാതെ നമ്മുടെ സാറ് പറയും. എന്ത് വന്നിട്ടായാലും നിങ്ങൾ ഗോൾ പറയുന്നത് ആ സെല്ല് പൊട്ടിക്കാന്നുള്ളതാണ് പറയും. അപ്പോൾ ഒരാൾ ഞെട്ടിയിട്ട് ചോദിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ ഉണ്ടാക്കേണ്ടി വരില്ലേ ചോദിക്കും. പിന്നെ ഇവിടെ വാങ്ങാണെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. നെക്സ്റ്റ് സീനിലാണെങ്കിൽ വാങ്ങിന്റെ പാരൻസ് അവനോട് പറയും ഞങ്ങളുടെ അടുത്താണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് മിഷൻ ഉണ്ട് പറയും. പിന്നെ പ്രിസണാണ് കാണുക ഓരൊക്കെ ആണെങ്കിൽ വേറെ വേറെ ടീമൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ സേർച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റേ ചങ്ങായിയൊക്കെ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരെന്താ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇവരെന്താ നോക്കുന്നത് വെച്ചാൽ ഈ കുട്ടികളെ കൊണ്ട് ഫസ്റ്റ് പ്രിസണിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് പുറത്തേക്ക് ആടുള്ള എന്തെങ്കിലും വഴി. അവിടുത്തെ സെക്യൂരിറ്റി പറയുന്നത് അത്രയ്ക്ക് ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഇനി അഥവാ കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെ അവിടുത്തെ സൂപ്പർവൈസറിനെ റിസൈൻ ചെയ്യിപ്പിക്കും പറയും. ഇവിടെ സുന്നാലും ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഒരു ടീം
പയിക്കുന്നത് വാങ്ങിൻ്റെ ഒപ്പായിരിക്കും. അപ്പോഴായിരിക്കും അവിടെ സ്ക്രീൻ ഓൺ ആവും. എന്നിട്ട് പറയും അത് AI ബട്ട്ലറാണ് ഈ പ്രിസന്റെ, മാത്രമല്ല ഇങ്ങൾക്ക് കണ്ണുമ കെട്ടിയുള്ള സാധനം അയക്കാവുന്നതാണ് പറയും. എന്നിട്ട് പറയും ഞാൻ ഇത്ര മാത്രമേ ചെയ്യുള്ളൂ, നിങ്ങൾ ചേംബർ എസ്കേപ്പ് ചെയ്യണമെന്ന് തടയും. എന്നിട്ട് സുന്നാല് വാങ്ങിനെ ചിന്തിച്ച് നിൽക്കണ കണ്ടിട്ട് വിചാരിക്കും ഇനിയിപ്പോൾ അവൻ്റെ ശീലങ്ങാനും പൊട്ടാറായോ അതായിട്ടായിരിക്കും ഞാൻ ചിന്തിച്ചിട്ടുണ്ടാവാൻ. അങ്ങനെ നിൽക്കുമ്പോഴേക്കും വാങ്ങിൻ്റെ ഫേവറേറ്റ് ഫുഡ് അവിടെ കാണാം. അപ്പോൾ വാങ്ങ അല്ലാതെ എടുക്കാൻ പോകുമ്പോൾ സുന്നാണെങ്കിൽ പറയടാ അന്ന് പോവല്ല വല്ല ട്രാപ്പ് ആയിരിക്കും പറയുമ്പോഴത്തേന് ഓനാണെങ്കിൽ അതിൻ്റെ അകത്തൊരു സെല്ലിൻ്റെ അകത്ത് അത് അടച്ചിടും. അപ്പോൾ ഇവളാണെങ്കിൽ കുറെ പുറത്ത് കാക്കാൻ നോക്കുമെങ്കിലും അത് പുറത്ത് കാക്കാൻ പറ്റുന്നുണ്ടാവില്ല, അതായത് ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ബോസ് പറയും ഈ ടെസ്റ്റ് സെല്ലുമ്പോൾ ഭയങ്കര അഡ്വാൻസ്ഡ് സപ്രഷൻ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവുക, അപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ എനർജി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേങ്ങാണ്ട് തിന്നതിൻ്റെ ഇടയിൽ ചെന്നിനും കൊടുക്കും. അപ്പോൾ ഗൂ ആണെങ്കിൽ ചെന്നോട് ഇടയുടെ ചെന്ന ഇവിടെ നമുക്ക് സ്പിരിച്വൽ എനർജി യൂസ് ചെയ്യാൻ പറ്റൂല അറിയും. അപ്പോൾ ചെന്ന അറിഞ്ഞ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമുക്ക് ഉണ്ടാക്കാറ്. അങ്ങനെ ഒരു ഫയർ എലിമെന്റ് വഴി സ്പിരിച്വൽ എനർജി ഉണ്ടാക്കിയ ചോനത് അറ്റാക്ക് ചെയ്യും. പക്ഷേങ്കിൽ അതിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അവൻ ബാക്കിൽ പോയി തെറിച്ചിട്ട് പോകും. പേഴ്സണൽ അവനക്കൊരു ചാൻസ് കൊടുക്കും. എന്നിട്ട് അവനക്കൊരു ക്വസ്റ്റ്യനും കൊടുക്കും. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ ഒരു വൈക്കായിട്ടുണ്ടാവും. എന്നിട്ട് ഗോ അറിയിട്ട് ഔട്ട് ഓഫ് സിലബസ് ആണല്ലോ പറഞ്ഞിട്ട് അവനാണ് ബോധം കിട്ടു പോകും. വേറെ സൈഡിലാണെങ്കിൽ ഫ്രോഗിയും അതുപോലെ തന്നെ ലിന്നും ചേർന്നിട്ട് അവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഫ്രോഗി അറിയും ഇതിൻ്റെ അകത്ത് സ്കാനർ അറ്റാക്ക് ഉണ്ടായിട്ട് അവളെ തലമ കയറിയിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പം ലിന്നാണെങ്കിലും അവൻ്റെ കാല് വരെ അടിച്ചിട്ടാവും യു പേർവേർട്ട്. വേറെ സൈഡിലാണെങ്കിൽ അലാറം അടിച്ചിട്ട് പറയും പ്രിസണ് ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, എർത്ത് ലെവൽ സെല്ലിൽ പറയും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും അവിടെ നിന്ന് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ സുന്നാൽ പറയും വാങ് എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പറയും. അപ്പോൾ വാങ് ആണെങ്കിൽ ആ സെല്ലാളിൽ മുകൾക്ക് വലിച്ചെറിഞ്ഞിട്ട് അതിന്ന് പുറത്തെടുക്കുക. അപ്പോൾ AI കണ്ടിട്ട് പറയും ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിട്ട് അന്ന് മുട്ട് കേൾക്കും. എന്നിട്ട് സുന്നാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് പറയും ഇത് ഡിഫിക്കൽട്ടാണ്, പക്ഷെ എന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് പറയും. പക്ഷെ വാങ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ തലറിഞ്ഞിട്ട് അതിമെല്ലാം ടച്ച് ചെയ്തിട്ട് അത് ക്വസ്റ്റ്യൻ ഫുള്ള് പൊട്ടിത്തെറിപ്പിക്കും. അപ്പോൾ സുന്നാണെങ്കിൽ പറയും എടാ ആ സ്ക്രീനെ നമ്മൾ എല്ലാതും കണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് പറയും. അപ്പോൾ വാങ് അറിയുന്ന അതിനും പൊട്ടിത്തെറിപ്പിക്കാറ്. അപ്പോൾ സുന്നാൽ പറയടാ അത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ, നമുക്ക് അതിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചാലോ പറയും. അങ്ങനെ സുന്നാണെങ്കിൽ അതിൻ്റെ അടുത്തിട്ട് എന്നിട്ട് പറയും എടാ ഈ ഒന്നും കാണാത്ത പോലെ ഒന്ന് അഭിനയിക്കുപോയി. അപ്പോൾ പേടിച്ചിട്ട് പെട്ടെന്ന് അതിൻ്റെ മെമ്മറൊക്കെ ഇറൈസ് ചെയ്ത് കളയും. അങ്ങനെ അവർ അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നപ്പോഴേക്കും മുന്നിലാണെങ്കിൽ റോബോട്ട്. അപ്പോൾ റോബോട്ടാണെങ്കിൽ വാങ്ങിനെ സ്കാൻ ചെയ്തിട്ട് പറയും ഈ വീക്ക്നെസ് കൊണ്ട് നിറഞ്ഞു നിൽക്കാമല്ലോ പറയും. എന്നിട്ട് വാങ്ങിനാണെങ്കിൽ ഒരു നല്ല പഞ്ച് കൊടുക്കും. പക്ഷേ വാങ്ങിനാണെങ്കിലും ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് ഈ സിസ്റ്റമിൽ ആകെ എററാവും. സിസ്റ്റത്തിനാണെങ്കിൽ ആകെ എന്തുപോലെ നടന്നത് ആകെ അന്ത വിട്ട് നിൽക്കുമ്പോഴാണെങ്കിൽ വാങ്ങാണെങ്കിൽ അതിനടുത്ത് ഒറ്റ ചവിട്ടെടുത്ത് അതിനെ പറപ്പിക്കും. അങ്ങനെ ചെന്നൻ ഷോങ്ങാണെങ്കിൽ എന്തൊക്കെയോ സെൻസ് ചെയ്തിട്ട് പറയും ഇതിപ്പോൾ ആ സ്പിരിച്വൽ എനർജി ആണല്ലോ, ഇനിയിപ്പോൾ അതേറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കും. എന്നിട്ട് ഓനെ തന്നെ ചങ്ങലയിൽ കെട്ടിയിടും പേടിച്ചിട്ട്. ആ ഒരു സമയമായപ്പോഴത്തേന് എല്ലാവരും ഈ വാങ്ങിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ടാവും ഓടി രക്ഷപ്പെട്ടിട്ട്. അപ്പോൾ സുന്ദർ പറയും എല്ലാവരും എത്തിയെങ്കിൽ നമുക്ക് രക്ഷപ്പെടല്ലേ വയ്ക്കും. അങ്ങനെ ഇവർ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടെ ഒരു ഗേറ്റ് ആണ്, അതാണെങ്കിൽ സുന്ദർ തുറക്കും. അപ്പോൾ നമ്മൾ വാങ്ങാലോ പറയുമ്പോൾ ഭയങ്കര ചൂടാലോ പറയും. എന്നിട്ട് പിന്നെ സീന് പാസ്റ്റത്തെ സീനായിരിക്കും കാണാം. അതിൽ അമ്മയാണെങ്കിലും എന്നോട് പറയുന്നുണ്ടാവും ഞാനും എൻ്റെ അച്ഛനും കൂടി വലിയൊരു ഡിസിഷൻ എടുത്തു, ഈ അല്ല ഓളെ ഓർഡർ വെതറ്. അപ്പോൾ ഈ തന്നെ അതിന് പേരിട്ടു പറയും, അതായത് കുഞ്ഞുകുട്ടിക്ക്. അപ്പോൾ ഇതാണ് വാങ്ങി ഇത്രയും നേരം നിന്നിട്ട് ആലോചിച്ചിരുന്നത് ഇനിയിപ്പോൾ കുട്ടിക്ക് എന്താ പേരിടും, നല്ല പേരിടുന്നല്ലോ. എന്നിട്ട് ഓനാണെങ്കിൽ പുറത്തേക്ക് വന്നിട്ട് പറയും വാം എന്ന് പറയും. അപ്പോൾ സുന്നു ചോദിക്കും എന്ത് ഇജെന്ത് പറഞ്ഞു? ഞാൻ ഫൈനലി കണ്ടുപിടിച്ചു വാം എന്ന് പറയും. അപ്പോൾ എന്ത് വാമ് ചോദിക്കുമ്പോൾ ഞാൻ ഫൈനലി കണ്ടുപിടിച്ചു, അതിന് എന്താ പേരിടുന്നുണ്ട് എന്നുള്ളത് പറയും. അപ്പോൾ സുന്നു പറയും ഞാനും കരുതി എന്ത് ഇത്ര നേരമായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നത് പറയും. അപ്പോൾ വാങ്ങ് പറയും വാങ് ഈ വേൾഡിക്ക് സ്വാഗതം എന്ന് പറയും. പിന്നെ ലാസ്റ്റ് സീനിൽ ആ ഹെവൻ പ്രിസൺ ആയിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ അവിടെയാണെങ്കിൽ ഒരു കുട്ടി മോൺസ്റ്റർ ഉണ്ടാവും. അപ്പൊ അതാണെങ്കിൽ പറയും ഈവിൾ സ്വേർഡ് ലോഡ് ആണെങ്കിൽ ഇനി പ്രിസന്റ് പുറത്തേക്ക് വരുന്നില്ല തീരുമാനം എടുത്തു പറയും. ഞാനും എനിക്ക് ലാസ്റ്റ് ആയിട്ട് ആ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരു ചാൻസ് കൊടുത്താണ്. പക്ഷെ ആർക്കറിയാം കൾട്ടിവേഷനിൽ ഒരു 4PW മാസ്റ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം. എന്നാലും ഓരോ ആരുടെ കാര്യം. അപ്പൊ മോൺസ്റ്റർ അറിയും എല്ലാ ട്രേസസ് അത് നശിപ്പിച്ചു അറിയില്ല. ബട്ട് എനിക്ക് തോന്നുന്നത് അത് 60th ഹൈസ് ആയിട്ട് റിലേറ്റഡ് ആണ് തോന്നുന്നത് പറയും. അപ്പൊ ഇയാളാണ് പറയും നൈറ്റ്സിന്റെ അടുത്ത് മെസ്സേജ് എത്തിക്കാറും. അപ്പൊ ഇത് അനുസരിച്ചാണ് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ. താങ്ക് യു.